റഹ്മാനും റഹീമുമായ രാജാതിരാജനായ അല്ലാ, സാധുക്കളാണ് റഹ്മാനെ, പാപികളാണ് അല്ലാ, വിവരമില്ലാത്തവരാണ് അല്ലാ, അറിവില്ലാത്തവരാണ് അല്ലാ, ആഖിർ സമാനിന്റെ ചണ്ടിച്ചവറുകളാണ് അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ഈ മദനീയം കുടുംബത്തെ നീ സ്വീകരിക്കണേ അല്ലാ, നീ ഖബൂൽ ചെയ്യണേ അല്ലാ, ഇജാബത്ത് നൽകണേ റഹ്മാനെ, പൊരുത്തപ്പെടണേ അല്ലാ, സ്വാലിഹായ അമലാക്കണേ റഹ്മാനെ, ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന അമലാക്കണേ അല്ലാ. ഞങ്ങളുടെ കരളിന്റെ കഷ്ണമായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അവിടുത്തെ ബറക്കത്തിനാലേ ഞങ്ങളെ ഓരോരുത്തരെയും നീ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങൾ ഓതിയ ഖുർആൻ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, പരിശുദ്ധമായ ദിക്റുകളും സ്വലാത്തുകളും ഹദ്ദാദും അസ്മാഉൽ ഹുസ്നയും നാരിയത്തു സ്വലാത്തും എല്ലാ നന്മകളും നീ ഖബൂൽ ചെയ്യണേ അല്ലാ. അതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ദീർഘായുസ്സു തരണേ റഹ്മാനെ, ആഫിയത്ത് തരണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. എല്ലാ ബലാ മുസീബത്തുകളും നീ തട്ടി ദൂരത്താക്കണേ റഹ്മാനെ. ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഞങ്ങളെ ഈമാന് നീ സലാമത്തിലാക്കണേ റഹ്മാനെ. ഖൈറിന്റെ വാതിലുകൾ ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലാ. ഷർറുകൾ മുഴുവനും നീ തട്ടി ദൂരത്താക്കണേ റഹ്മാനെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് ഏൽപ്പിക്കപ്പെട്ടവരും ഞങ്ങൾ ദുആ കൊണ്ട് കടപ്പെട്ടവരുമായ ധാരാളം ആളുകൾ, ഞങ്ങളെ മദനീയത്തിൽ പങ്കെടുക്കുന്ന ധാരാളം ഉപ്പമാർ, ധാരാളം ഉമ്മമാർ, എല്ലാവരെയും നീ കാക്കണേ റഹ്മാനെ. പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. വിഷമങ്ങൾക്ക് നീ പരിഹാരം നൽകണേ റഹ്മാനെ. രോഗാതുരമായ പ്രയാസങ്ങളുമായി ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, ICUവിൽ കഴിയുന്നവരുണ്ട്, വെന്റിലേറ്ററിൽ കഴിയുന്നവരുണ്ട്. സ്വലാത്തു നാരിയയുടെ ബറക്കത്ത് കൊണ്ട്, സ്വലാത്തു തുബ്ബിന്റെ ബറക്കത്ത് കൊണ്ട്, മുത്തു റസൂലുള്ളാന്റെ ബറക്കത്ത് കൊണ്ട് പരിഹാരം നൽകണേ റഹ്മാനെ. കാമിലായ ആജിലായ പരിഹാരം നീ നൽകണേ അല്ലാ. ഞങ്ങളെ ദുആഇന് നീ ഇജാബത്ത് തരണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്തു പോയ ദോഷത്തിന്റെ കാരണം കൊണ്ട് ഞങ്ങളെ കൈകളെ നീ തട്ടിക്കളയല്ലേ അല്ലാ. എത്രയോ ആളുകൾ അല്ലാഹുവേ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ശാരീരികമായ മാനസികമായ കുടുംബപരമായ എല്ലാ പ്രശ്നങ്ങളും അനുഭവിക്കുന്ന സർവർക്കും അല്ലാഹുവേ നീ കാമിലായ ആജിലായ ശിഫായിനെ നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ വർഷങ്ങളോളം ഒന്നിച്ച് സേവനം ചെയ്ത് ഇന്നും ഞങ്ങൾ സഹോദരങ്ങളെ പോലെ ജ്യേഷ്ഠാനുജനെ പോലെ ഞങ്ങൾ ജീവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു അഹ്സനി അല്ലാ, ഇന്നലെ രാത്രി പെട്ടെന്ന് സ്ട്രോക്ക് വന്നേ, അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കോഴിക്കോട് ഇഖ്റ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അല്ലാ, മുത്തു റസൂലുള്ളാന്റെ ബറക്കത്ത് കൊണ്ട്, പരിശുദ്ധമായ ഖുർആനിന്റെ ദിക്റിന്റെ സ്വലാത്തിന്റെ ഹദ്ദാദിന്റെ അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട്, അല്ലാഹുവേ പവിത്രമായ നാരിയത്തു സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട്, താജു സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഇബ്രാഹിമിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട്, സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട്, കാമിലായ ആജിലായ ശിഫായിനെ നീ കൊടുക്കണേ റഹ്മാനെ, നീ കൊടുക്കണേ അല്ലാ. നല്ല റാഹത്ത് നീ നൽകണേ റഹ്മാനെ. ഒരു ബുദ്ധിമുട്ടും നീ നൽകല്ലേ അല്ലാ, ഒരു പ്രയാസവും നീ നൽകല്ലേ റഹ്മാനെ. ശരീരത്തിൽ നിന്ന് ആ രോഗം നീ മായിച്ചു കളയണേ അല്ലാ. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത്
മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ പരിപാടികൾക്കും മദ്ഹുകൾക്കും മജ്ലിസുകൾക്കും നേതൃത്വം നൽകുവാനും അല്ലാഹുവേ തന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കാനും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ റഹ്മാനേ, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എത്രയും പെട്ടെന്ന് നീ റാഹത്ത് കൊടുക്കണേ റഹ്മാനെ. മുത്തു റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് നീ റാഹത്തിലാക്കണേ അല്ലാഹ്. എല്ലാ ബുദ്ധിമുട്ടുകളും നീ മാറ്റണേ റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും നീ പരിഹരിക്കണേ അല്ലാഹ്. എല്ലാ സാഹിര്യങ്ങളുടെ സിഹറും എല്ലാ ഐനീയങ്ങളുടെ ഐനും മുഫ്തിനീയങ്ങളുടെ ഫിത്നയും ലാലിമീങ്ങളുടെ ദുൽമും എല്ലാം നീ ഇബ്താൽ ചെയ്യണേ റഹ്മാനെ. നീ ബാത്തിലാക്കണേ അല്ലാഹ്. ശരീരത്തിന് നീ നല്ല റാഹത്ത് കൊടുക്കണേ റഹ്മാനെ. സമാധാനം നീ കൊടുക്കണേ അല്ലാഹ്. ആജിലായ കാമിലായ ശിഫായിനെ നീ കൊടുക്കണേ റബ്ബേ. മുത്തു റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് ലോകത്തെ എല്ലാ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഞങ്ങൾ ഫാത്തിഹ ഓതി അതിയ ചെയ്യുന്ന ലോകത്ത് എമ്പാടുമുള്ള മഹാന്മാർ, മലായിക്കത്തുകൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ ബറക്കത്ത് കൊണ്ട്, അല്ലാഹുവേ അജ്മീർ ഖാജ തങ്ങളെ ബറക്കത്ത് കൊണ്ട്, മടവൂർ ശൈഖുനാന്റെ കറാമത്ത് കൊണ്ട് കാമിലായ ആജിലായ ശിഫായിനെ നീ കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരാളെയും നീ ഖായിബാക്കല്ലേ അല്ലാ. ഇന്ന് എത്ര ആളുകളാ നോമ്പ് നോറ്റത്? പവിത്രമായ തിങ്കളാഴ്ച ദിവസം നോമ്പ് നോറ്റ് ഫലസ്തീനിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ശൈഖുനാ സുൽത്താനുൽ മൗസ്താദ് അവരുടെ നേതൃത്വത്തിൽ വലിയ ആത്മീയമായ സദസ്സുകൾ നടന്നു. എല്ലാവർക്കും വേണ്ടിയുള്ള ദുആ നടന്നു. അല്ലാഹുവേ ഞങ്ങൾ മദനീയം കുടുംബങ്ങളും നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്, ആ ജനങ്ങളെ നീ കാക്കണേ റഹ്മാനെ. ശാശ്വതമായ പരിഹാരം നൽകണേ അല്ലാഹ്. എല്ലാ ശത്രുക്കളെയും നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്. ഛിന്ന ഭിന്നമാക്കണേ റഹ്മാനെ. പാവപ്പെട്ട ജനങ്ങൾക്ക് നീ കാവലാകണേ അല്ലാഹ്. നീ രക്ഷയേകണേ അല്ലാഹ്. നീ സലാമത്ത് നൽകണേ റബ്ബേ. എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എല്ലാ നീക്കങ്ങളും നീ തകർത്ത് കളയണേ റഹ്മാനെ. പട്ടിണി കിടക്കുന്ന പാവങ്ങളെ കാണുമ്പോ കരള് പൊട്ടുകയാണ്. പരിഹാരം നൽകണേ അല്ലാഹ്. പരിഹാരം നൽകണേ അല്ലാഹ്. പരിഹാരം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ മക്കൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിൽ മക്കളില്ലാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, വിവാഹപ്രായമായവരുണ്ട്, ഗർഭിണികളായ സഹോദരിമാരുണ്ട്, നാളെ പ്രസവത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, മറ്റന്നാള് പോകുന്നവരുണ്ട്. അല്ലാഹുവേ ആദ്യത്തെ ഗർഭകാലം വലിയ പ്രയാസത്തിലായി ഇത് റാഹത്താവാൻ വേണ്ടി ദുആ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ 8 വർഷമായി കല്യാണം കഴിഞ്ഞ് 3 പ്രാവശ്യം ഗർഭിണിയായി 3 പോയി എന്ന് വിഷമം പറഞ്ഞവരുണ്ട്. പരിഹാരം അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായി അവർക്ക് ചെയ്യാനും അത് കാരണമായി നല്ല മക്കളെ പ്രസവിക്കാനും കുഞ്ഞുങ്ങളെ പോറ്റാനും അവർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ. പ്രയാസങ്ങൾ മുഴുവനും നീ പരിഹരിക്കണേ അല്ലാഹ്. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബായ നീ ഞങ്ങളെ കൈവെടിയല്ലേ അല്ലാഹ്. ഞങ്ങളെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. സലാമത്തിലാക്കണേ അല്ലാഹ്. മുത്തു റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആഇന് നീ ഇജാബത്ത് നൽകണേ അല്ലാഹ്. اللهم إنا نسألك بحق